ഫ്രണ്ട്സ്, ഈസി ക്രാഫ്റ്റ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് മനോഹരമാക്കുന്നതിൽ ഫ്ലോർ മാറ്റ്സിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരുപാട് വിലയൊന്നും ചിലവാക്കാണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരം മനോഹരമായിട്ടുള്ള ഫ്ലോർ മാറ്റ്സ് തയ്യാറാക്കാൻ കഴിയും. അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഞാനിവിടെ ഒരു പഴയ ലെഗിൻസ് എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ബനിയൻ ടൈപ്പ് ക്ലോത്താണ് വേണ്ടത്. അപ്പോൾ പഴയ ലെഗിൻസോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടീഷർട്ട് യൂസ് ചെയ്യാം. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വീറ്റ്സൊക്കെ വരുന്ന ബോട്ടിലില്ലേ, ആ ബോട്ടിലിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ്. ഇങ്ങനെയുള്ള ത്രെഡ്സ് നമ്മുടെ മിക്ക വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ശരിക്കും എനിക്ക് വേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള ത്രെഡാണ് വേണ്ടത്. പക്ഷെ അത് എല്ലായിടത്തും അവൈലബിൾ അല്ല. ഇത് എല്ലായിടത്തും അവൈലബിൾ ആയതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു വലിയ നീഡിലും എടുത്തിട്ടുണ്ട്, പിന്നെ സിസേഴ്സും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർക്കുലർ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പുറം ഭാഗവും ഇത് അകംഭാഗവുമാണ്. അവിടെ കളറ് കുറവാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് പുറത്ത് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നല്ല ഭാഗം ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഇതിൻ്റെ സെയിം കളറ് നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ട്. ചെറിയ ഒരു ഗ്യാപ്പ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാപ്പിലൂടെ നമുക്ക് പുറത്തേക്ക് ഇതിനെ എടുക്കാം. നല്ല ഭാഗം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം സർക്കുലർ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, എനിക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ ഫില്ല് ചെയ്യേണ്ടത് ശരിക്കും പഞ്ഞി വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ് തുണിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേസ്റ്റ് തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ,
നമുക്ക് കൂടുതൽ കട്ടിയുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ആയി പോകും. നമ്മൾ സാധാരണ മാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ കണ്ടന്റ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വാട്ടർ കണ്ടന്റ് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കും. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് മെറ്റീരിയൽ എടുക്കാം. ഈ ടൈപ്പ് സിൽക്കി മെറ്റീരിയലാണ് ഞാനിതിനകത്ത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വെയിറ്റും ഒന്നുമില്ല, ലൈറ്റ് വെയ്റ്റഡ് ആണ് സാധനം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ ഓപ്പണിങ് കൂടി ജസ്റ്റ് ഒന്ന് മടക്കി ഒരു ചെറുതായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മുടെ പൗഡർ പഫൊക്കെ പോലെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഏകദേശം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ചെറിയൊരു സർക്കിള്, ഒരു കുഞ്ഞ് സർക്കിള് അതിൻ്റെ ഔട്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതൊരു പൂവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ഔട്ടറായിട്ട് ഒരു ലൈൻ കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ലൈനിൽ നിന്ന് നമുക്ക് ചെറിയൊരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി.
നമുക്ക് ഇതിനെ എല്ലാത്തിനും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് രണ്ടെണ്ണം തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് അതിമനോഹരമായിട്ടുള്ള ഫ്ലോർ മാറ്റ്സ് തയ്യാറാക്കുന്നതെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര സമയമെടുത്തൊന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.